ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കേരള ഹിന്ദി ക്വസ്റ്റ്. സെറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. 2026 ഓഗസ്റ്റ് 2-ാം തീയതി നടക്കാനിരുന്ന സെറ്റ് എക്സാം മഴ കാരണം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരുന്നു. ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 20th ആണ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനും ഒഫീഷ്യൽ കൺഫർമേഷനും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുവരെ ഇത് എക്സാക്റ്റ് ഡേറ്റ് ആണെന്ന് കൺഫേം ചെയ്യരുത്. പക്ഷേ സെപ്റ്റംബർ 20th മുന്നേ ആയിട്ട് എക്സാമിന് ഒരു 30 days, എക്സാമിന് മുന്നത്തെ 30 days എങ്ങനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്ന് നോക്കാം. ഇതുവരെ എക്സാമിന് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലാത്ത കാൻഡിഡേറ്റ്സിന് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ ഓൾറെഡി പഠിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഇത് റിവിഷൻ പർപ്പസ് ആയിട്ട്, റിവിഷൻ ടൈം ടേബിൾ ആയിട്ട് നിങ്ങൾക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഈ 30 days കൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? പേപ്പർ 1 മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. പേപ്പർ 1 പോലെ പേപ്പർ 2നും പ്രോപ്പർ ടൈം കൊടുക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് 30 days സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഈ 30 days ടൈം ടേബിൾ നോക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സിലബസ് എന്താണ് ഒന്ന് ക്ലിയർ ആക്കാം. സെറ്റിൽ പേപ്പർ 1 എന്താണ് എല്ലാവർക്കും കോമൺ ആണ്, അതായത് സെയിം സബ്ജക്റ്റ് ആയിരിക്കും പേപ്പർ 1ൽ വരുന്നത്. പക്ഷേ പേപ്പർ 2 എന്താണ്, നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 2ൽ വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് അവരുടെ പേപ്പർ 2 സിലബസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും എക്കണോമിക്സ്, സോഷ്യോളജി, ഹിന്ദി, അങ്ങനെ ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് അതിനെ ബേസ്ഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് പേപ്പർ 2 എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓൺ പേപ്പർ 2 സിലബസ് എടുത്തിട്ട് അത് ഈ 30 daysലേക്ക് ഡിവൈഡ് ചെയ്യണം. അതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി പേപ്പർ 1ൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ജനറൽ സ്റ്റഡീസ് വരുന്നുണ്ട്, ലാംഗ്വേജ് ആൻഡ് റീസണിംഗ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻസ് വരുന്നുണ്ട്, ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ ഉണ്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇതൊക്കെയാണ് കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ കുറേ അധികം സബ് ഡിവിഷൻസും വരുന്നുണ്ട്. ഇപ്പോൾ സിലബസ് അറിഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള മെയിൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡെയിലി എത്ര ടൈം പഠിക്കണം? മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ്, ഡെയിലി എത്ര ടൈം പഠിക്കണം? അപ്പോൾ നമ്മൾ ടൈം ടേബിൾ നോക്കുവാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡെയിലി ഒരു 5 hours സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിളാണിത്. പക്ഷേ നിങ്ങൾക്ക് 5 hours പറ്റിയില്ലെങ്കിൽ ടെൻഷനൊന്നും ആവേണ്ട. 3 hours ആണെങ്കിൽ 3 hours, അല്ല 4 hours ആണെങ്കിൽ 4 hours. ടൈം കുറവാണെങ്കിലും പേപ്പർ 1ഉം പേപ്പർ 2ഉം ഡെയിലി ടച്ച് ചെയ്ത് പഠിക്കുക എന്നാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ 5 hours ഞാൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ പേപ്പർ 1ന് വേണ്ടിയും 2 hours പേപ്പർ 2ന് വേണ്ടി മാറ്റി വയ്ക്കുക. പിന്നെയുള്ളൊരു 45 minutes MCQസിന് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ എടുക്കുക. ഒരു 30 minutes കറണ്ട് അഫയേഴ്സ് നോക്കുക. 15 minutes ഡെയിലി റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ടോട്ടൽ അപ്രോക്സിമേറ്റ്ലി 5 hours വരും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് വെച്ചാൽ പേപ്പർ 2 ആണ്. കാരണം പേപ്പർ 2 എന്താണ്, ഓരോ കാൻഡിഡേറ്റ്സിനും ഡിഫറെൻ്റ് ആണ്. അവരുടെ സബ്ജക്ട്സിനെ ബേസ് ചെയ്താണ് പേപ്പർ 2 വരുന്നത്. അതുകൊണ്ട് തന്നെ സിലബസും ഭയങ്കര വാസ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ലാസ്റ്റ് 3-4 daysലേക്ക് പേപ്പർ 2 പഠിക്കാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നടക്കുന്ന കാര്യമല്ല. പേപ്പർ 1 പോലെ തന്നെ പേപ്പർ 2ഉം ഡേ 1 തൊട്ട് തന്നെ 2 hours വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് മെയിൻ പാർട്ടിലേക്ക് പോവാം, അതായത് 30 days കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ. ഇപ്പോൾ ഡേ 1ൽ പേപ്പർ 1ലുള്ള ജനറൽ സയൻസ് നോക്കാം. അതായത് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കുക. അതുപോലെ പേപ്പർ 2ൽ നിന്ന് നിങ്ങളുടെ ഓൺ സബ്ജക്റ്റിൽ ഏതാണോ സിലബസ് നോക്കുക, അത് നോക്കിയിട്ട് അതിലെ യൂണിറ്റ് 1 സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ MCQs ഒരു 30 MCQs പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ഒരു 30 minutes നോക്കുക. ഒരു നൈറ്റ് 15 minutesലേക്ക് നിങ്ങളുടെ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലാസ്റ്റ് ഫൈനലായിട്ട് അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഡേ 2 നോക്കുകയാണെങ്കിൽ അതിൽ പേപ്പർ 1ലെ സോഷ്യൽ സയൻസ്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് നോക്കുക. പേപ്പർ 2 ആണെങ്കിൽ അതിൽ തന്നെ യൂണിറ്റ് 1 കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സിലബസിൻ്റെ സൈസ് നോക്കി എത്രത്തോളം വാസ്റ്റ് ആണെന്നൊക്കെ നോക്കി വേണം ഈ യൂണിറ്റ് 1, യൂണിറ്റ് 2 അങ്ങനെയൊക്കെ പോകാനായിട്ട്. അതിനോടൊപ്പം തന്നെ MCQസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഡേ 3 നോക്കിയാൽ അതിൽ പേപ്പർ 1ൽ പഠിക്കേണ്ടത് ഹ്യൂമാനിറ്റീസ് ആണ്. വേൾഡ് ലിറ്ററേച്ചറും ഇന്ത്യൻ ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ പോലുള്ള പോർഷൻസ് നോക്കുക.
ഇനി പേപ്പർ 2-ൽ നിങ്ങളുടെ നെക്സ്റ്റ് പോർഷൻ എന്താണോ, ചിലപ്പം യൂണിറ്റ് 2-ൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ യൂണിറ്റ് 3 ആയിരിക്കും, അത് കണ്ടിന്യൂ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അന്ന് തന്നെ റിവിഷൻ ചെയ്യുക. ജസ്റ്റ് എല്ലാ പോർഷൻസും ഒന്ന് വായിച്ചു നോക്കുക. ഒന്ന് റീഡ് ചെയ്ത് മാത്രം പോവാതെ എല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം അന്ന് രാത്രി തന്നെ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കാനായിട്ട് ശ്രമിക്കുക. ഡേ 4 നോക്കുകയാണെങ്കിൽ അതിൽ പേപ്പർ 1-ൽ പഠിക്കേണ്ടത് കേരള സ്റ്റഡീസ് ആണ്. അതിൽ തന്നെ സോഷ്യൽ റിഫോംസും നാഷണൽ മൂവ്മെൻറ്റ്സ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, കേരള ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ പോലുള്ള കാര്യങ്ങൾ പഠിക്കുക. പേപ്പർ 2-ൽ നെക്സ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 30 MCQs എങ്കിലും ഇന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഡേ 5 നോക്കുകയാണെങ്കിൽ ഇന്ന് പേപ്പർ 1-ൽ പഠിക്കേണ്ടത് ലാംഗ്വേജ് ആൻഡ് വൊക്കാബുലറി ആണ്. അതിൽ തന്നെ കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ പോലുള്ള കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ പേപ്പർ 2-ൽ നിങ്ങളുടെ നെക്സ്റ്റ് പോർഷൻ എന്താണോ അതും കൂടി പഠിക്കുക. അതുപോലെ ഈ ഡേ 5-ൽ തന്നെ ഒരു കോംപ്രിഹെൻഷൻ പാസേജ് പ്രാക്ടീസ് ചെയ്യുക. വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ഡേ 6-ൽ പേപ്പർ 1-ൽ പഠിക്കാനുള്ളത് ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി ആണ്. അതിൻ്റെ റീസണിങ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പേപ്പർ 2-ൽ നെക്സ്റ്റ് യൂണിറ്റ് പഠിക്കുക. റീസണിങ്ങിൽ തിയറി മാത്രം പഠിച്ച് നിർത്താതെ ടൈമർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ഡേ 7-ൽ പേപ്പർ 1-ൽ നോക്കേണ്ടത് ന്യൂമറസി സ്കിൽസ് ആണ്. അതായത് പാറ്റേൺ റെക്കഗ്നിഷൻ ആയാലും ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, ബേസിക് ആയിട്ടുള്ള ന്യൂമറിക്കൽ റീസണിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ പേപ്പർ 2-ൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ വീക്കിലെ ഫുൾ പഠിച്ച പോർഷൻസും ഒന്ന് റിവിഷൻ ചെയ്യുക. ആ വീക്കിൽ എന്തൊക്കെയാണോ പേപ്പർ 2-ൽ നിങ്ങൾ സബ്ജക്റ്റിൽ പഠിച്ചത് ആ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. അതുപോലെ മോക്ക് ടെസ്റ്റ് ഇന്നത്തെ ദിവസം ഡേ 7-ൽ അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു മോക്ക് ടെസ്റ്റ് നടത്തുക. യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോസ് കാണും. നമ്മുടെ ചാനലിൽ വരെ വീഡിയോസ് ഉണ്ട് മോക്ക് ടെസ്റ്റിൻ്റെ. അപ്പോൾ മോക്ക് ടെസ്റ്റ് വീഡിയോസ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടി, എത്ര റോങ് ആൻസേഴ്സ് വന്നു, ഇതൊക്കെ ഒന്ന് നോക്കുക. അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിച്ച് വെക്കുക. ഇനി ഡേ 8 മുതൽ ഡേ 14 വരെ, അതായത് സെക്കൻഡ് വീക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ കറണ്ട് അഫയേഴ്സും ഫൗണ്ടേഷൻസും അതിനോടൊപ്പം തന്നെ പേപ്പർ 2 നോക്കി പോകണം. അപ്പം ഈ വീക്കിലും പേപ്പർ 2 ഡെയിലി 2 hours വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. സെക്കൻഡ് വീക്കിൽ ഡേ 8-ൽ നോക്കേണ്ടത് ടെക്നോളജിയാണ്. ടെക്നോളജിയിലെ ഇൻവെൻഷൻസും ഇന്നോവേഷൻസും ഡിസ്കവറീസൊക്കെ നോക്കുക. ഡേ 9-ലാണെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, മൂവ്മെൻറ്റ്സ്, ട്രീറ്റീസ്, ലെജിസ്ലേച്ചർ പോലുള്ള കാര്യങ്ങൾ നോക്കുക. ഡേ 10 ആണെങ്കിൽ UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ്, ഈ കാര്യങ്ങൾ നോക്കുക. ഇതിനോടൊപ്പം തന്നെ ഓരോ ഡേയ്സും നിങ്ങളുടെ സബ്ജക്റ്റ് കൂടി നോക്കാൻ മറന്നു പോകരുത്. ഡേ 11 ആണെങ്കിൽ ഹയർ എഡ്യൂക്കേഷനും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കോളർഷിപ്സ് ആൻഡ് ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ നോക്കുക. ഇതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ MCQസും കൂടെ നോക്കുക. ഡേ 12-ൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പേപ്പർ 1-ലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്സ് ആൻഡ് റീസൺ, ലെജിസ്ലേഷൻസ് ഒക്കെ കാര്യങ്ങൾ നോക്കുക. ഡേ 13 ആണെങ്കിൽ ഈവൻറ്റ്സ്, പേഴ്സൺസ്, അവാർഡ്സ്, സ്പോർട്സ്, ഗെയിംസ്, കൾച്ചർ, ഈ കാര്യങ്ങളിലൊക്കെ മെയിൻ ഫോക്കസ് കൊടുക്കുക. പിന്നെ ഡേ 14 സെക്കൻഡ് വീക്ക് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഡേ 14-ൽ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ലൈക്ക് എഡ്യൂക്കേഷണൽ ഫിലോസഫി, മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ്, വാല്യൂ എഡ്യൂക്കേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ ഡേ 14-ൽ തന്നെ സെക്കൻഡ് വീക്കിലെ നിങ്ങളുടെ സബ്ജക്റ്റ് റിവിഷൻ ചെയ്യുക. അതുപോലെ 50 ക്വസ്റ്റ്യൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അത് പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും രണ്ടിൻ്റെയും കൂടെ 50 MCQs വെച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ഡേ 15 മുതൽ ഡേ 21 വരെ നോക്കുകയാണെങ്കിൽ പേപ്പർ 1-ലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സെയിം ടൈം എന്ത് ചെയ്യുക, പേപ്പർ 2 കൂടി കണ്ടിന്യൂ ചെയ്ത് പോകുക. അതിൽ തന്നെ ഡേ 15 നമ്മൾ പഠിക്കേണ്ടത് പേപ്പർ 1-ലെ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. ഡേ 16 ആണെങ്കിൽ പേപ്പർ 1-ലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഫോക്കസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഡേ 17-ലാണെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സ്, ടെക്നിക്സ് ആൻഡ് അപ്രോച്ചസ് നോക്കി പോവുക. ഡേ 18-ൽ ലേണിംഗ് തിയറീസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കുക. ഡേ 19 ആണെങ്കിൽ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ലേണിംഗ് എൻവയോൺമെൻറ്റ്, സ്പെഷ്യൽ നീഡ്സ്, ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. ഡേ 20-ൽ ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ഗ്രേഡിംഗ്, ഫീഡ്ബാക്ക് പോലുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ ഡേ 21-ൽ കമ്മ്യൂണിക്കേഷൻ, ICT, റിസർച്ച്, എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുക, ഇതേ ദിവസം ഡേ 21-ൽ
തേർഡ് വീക്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറിൻ്റെ എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, റിവിഷൻ ചെയ്ത് നോക്കുക. ഇത്രയും ആ ഒരു വീക്കിൽ, തേർഡ് വീക്കിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു സബ്ജക്റ്റിൻ്റെ, അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റും കൂടി ഈ ഒരു ഡേ 21 ചെയ്ത് നോക്കുക. അറ്റ് ദ സെയിം ടൈം പേപ്പർ 1ൻ്റെ കൂടെ മോക്ക് ടെസ്റ്റ് ഈ ഒരു ദിവസം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഡേ 22 മുതൽ ഡേ 26 വരെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങളൊന്നും മാറ്റി പിടിക്കുക. അതായത് നമ്മൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം പാരലായിട്ട് ഒരുപോലെ പഠിച്ചു വന്നതാണ് ഇത്രയും ദിവസം. ഇനി എന്ത് ചെയ്യുക, പേപ്പർ 2ൻ്റെ സിലബസ് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ പേപ്പർ 1 റിവിഷനും കൂടി ചെയ്യുക. ഡേ 22 പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള റിവിഷൻ നടത്തുക. അതുപോലെ പേപ്പർ 2 ഇനി റിമൈനിങ് പോർഷൻ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് പോർഷൻസ് പഠിക്കുക. ഡേ 23 ആണെങ്കിൽ പേപ്പർ 1 ലാംഗ്വേജും റീസണിങ് റിവിഷൻ നടത്തുക. അതിനോടൊപ്പം പേപ്പർ 2 റിമൈനിങ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പഠിച്ചു തീർക്കുക. ഡേ 24 ആണെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യുക. അതുപോലെ പേപ്പർ 2 ഡിഫിക്കൽട്ടും അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഡേ 25 എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്യുക. അതിനോടൊപ്പം പേപ്പർ 2ൻ്റെ റിമൈനിങ് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒന്ന് വർക്കൗട്ട് ചെയ്യണം. ഇനി ഡേ 26 ആണെങ്കിൽ പേപ്പർ 1 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്യുക. അതുപോലെ പേപ്പർ 2 ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കിയ പോർഷൻസൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ഇനി ഡേ 27 നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ് ഡേ 27 എന്ന് പറയുന്നത്. അന്നേ ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും രണ്ടും കൂടി ചേർന്നിട്ടുള്ള മോക്ക് ടെസ്റ്റ്, ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. റിയൽ എക്സാം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് ടൈമർ യൂസ് ചെയ്തിട്ട് മൊബൈലിൻ്റെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫുള്ളായിട്ടുള്ള മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ആൻസേഴ്സ് മാത്രം നോക്കി പോവാതെ ഓരോന്നിനകത്തെയും കറക്റ്റ് ആൻസേഴ്സ് ഏതൊക്കെയാണ് റോങ് ആൻസേഴ്സ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നോക്കി പോവുക. ഡേ 28 എന്ന് പറയുന്നത് മിസ്റ്റേക്ക് അനാലിസിസ് ആണ്. അതായത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള മോക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കി അതിൽ തന്നെ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. വീക്ക് ഏരിയസ് ഏതൊക്കെയാണെന്ന് നോക്കി അത് ഐഡൻറ്റിഫൈ ചെയ്യുക. പുതിയ വലിയ ടോപ്പിക്സ് ഒന്നും പഠിക്കാതെ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡേ 29 പേപ്പർ 1ഉം അതുപോലെ പേപ്പർ 2ഉം രണ്ടിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കുക, ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുക. അതുപോലെ ഷോർട്ട് നോട്ട്സൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുത്ത് നോക്കുക. റോങ് ആയിട്ട് നിങ്ങൾ ചെയ്ത ആൻസേഴ്സൊക്കെ ഒന്നും കൂടെ കണ്ടുപിടിച്ച് കറക്റ്റാക്കി വെക്കുക. ഇനി ലാസ്റ്റ് ഡേ, അതായത് ഡേ 30 നോക്കുകയാണെങ്കിൽ നിങ്ങൾ പുതിയ ടോപ്പിക്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട. അതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാം, പുതിയ ഫോർമുലാസ് ഒന്നും പഠിക്കേണ്ട. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ, ഫോർമുലാസ്, കോൺസെപ്റ്റ്സ്, കറണ്ട് അഫയേഴ്സ്, പേപ്പർ 2 മെയിൻ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഒന്ന് ക്വിക്കായിട്ടുള്ള റിവിഷൻ പോലെ നോക്കുക. മൈൻഡ് കാം ആക്കിയിട്ട് എക്സാമിന് റെഡി ആവുക. ഇനി ടൈം കുറവുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. എല്ലാ കാൻഡിഡേറ്റ്സിനും ഇതുപോലെ ഡെയിലി 5 hours പഠിക്കാൻ പറ്റണം എന്നില്ല. ജോബ് ഉള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ 5 hour ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെന്താ അറ്റ്ലീസ്റ്റ് ഒരു 3 hour പ്ലാനെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുക. 3 hour തന്നെ 1 hour പേപ്പർ 1നും ഒരു 1.25 മണിക്കൂർ പേപ്പർ 2നും 15 minutes കറണ്ട് അഫയേഴ്സിനും റിവിഷനും വേണ്ടി മാറ്റി വെക്കുക. ഇത്രയും ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ നല്ല പ്രിപ്പറേഷൻ ഉണ്ടാക്കാൻ കഴിയും. ടൈം കുറവുള്ളത് നിങ്ങളൊരു പ്രശ്നമാക്കി വിചാരിക്കേ വേണ്ട. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. ഇനിയുള്ള ഡൗട്ടാണ് പേപ്പർ 2 സബ്ജക്ട്സ് ഡിഫറെൻ്റ് ആണ്, അപ്പോൾ എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യും? അപ്പം കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ്. ചിലരുടെ പേപ്പർ 2 ഹിന്ദി ആയിരിക്കും, അല്ലെങ്കിൽ ചിലരുടെ എക്കണോമിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും. അങ്ങനെ ഏത് വേണമെങ്കിലും ആവട്ടെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ പോവുക, നിങ്ങളുടെ സിലബസ് പ്രിൻ്റ് എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് 10 units ആണ് പഠിക്കാനുള്ളതെങ്കിൽ ആ 10 unitsനെ 30 daysലേക്ക് ഡിവൈഡ് ചെയ്യുക. അതിൽ തന്നെ ഫസ്റ്റ് 20 അല്ലെങ്കിൽ 22 days നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ലാസ്റ്റ് ഡേയ്സ്, ഒരു ലാസ്റ്റ് 10 days അല്ലെങ്കിൽ ലാസ്റ്റ് 8 days റിവിഷന് വേണ്ടിയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടും മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് വെക്കുക. ഡെയിലി 2 hours വെച്ചിട്ട് പേപ്പർ 2ന് വേണ്ടി, അതായത് നിങ്ങളുടെ സബ്ജക്റ്റിന് വേണ്ടി മാറ്റി വെക്കുക. പിന്നെ സെറ്റ് എക്സാമിന് വേണ്ടി എനിക്ക് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ഒരു കാര്യം, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ എന്ന് വെച്ചാൽ റീഡ്, റിവൈസ്, പ്രാക്ടീസ്, അനലൈസ്, റിവൈസ്. ഈ ഒരു കാര്യം ഫോളോ ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കുക, പിന്നെ ഷോർട്ടായിട്ടുള്ള റിവിഷൻ ചെയ്യുക,
MCQs സോൾവ് ചെയ്യുക, റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് അനലൈസ് ചെയ്യുക, പിന്നെ ആ ടോപ്പിക്ക് വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ബുക്സ് വായിച്ചുകൊണ്ട് പോകുന്ന മാത്രം കൊണ്ട് സെറ്റ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആകത്തില്ല. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എസ്പെഷ്യലി ലാസ്റ്റ് 10 ഡേയ്സിൽ മാക്സിമം MCQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ്, ഈ കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്ക്, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. 30 ഡേയ്സ് നമ്മുടെ മുന്നിൽ, മിനിമം 30 ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സിലബസ് മുഴുവൻ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ അത് വലുതായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ Day 1, Day 2, Day 3 ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസിലി മാനേജബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഡേനെ Day 1 ആയിട്ട് കൺസിഡർ ചെയ്ത് നെക്സ്റ്റ് 30 ഡേയ്സിലേക്കുള്ള ഒരു പ്ലാൻ സെറ്റാക്കി വെക്കുക. ഓൾറെഡി പഠിച്ചു തുടങ്ങിയവർക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയവർക്ക്, പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയവർക്ക് നിങ്ങൾക്ക് റിവിഷൻ ടൈം ടേബിൾ ആക്കിയിട്ട് എടുക്കാം. അതുപോലെ നിങ്ങളുടെ മെയിൻ ഫോക്കസ് റിവിഷനും MCQസിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും മോക്ക് ടെസ്റ്റിനും വീക്ക് ഏരിയാസിലൊക്കെ ആയിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക്സ് വീണ്ടും വീണ്ടും പഠിച്ചിട്ട് ടൈം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഈ എക്സാം ഡേറ്റ് മാറ്റിയതിനെ ഒരു പ്രോബ്ലമായിട്ട് കാണാതെ ഒരു എക്സ്ട്രാ പ്രിപ്പറേഷൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കുക. അതുകൊണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ടൈം വേസ്റ്റ് ചെയ്യാതെ ഇന്ന് തൊട്ട് തന്നെ പ്ലാൻ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ 30 ഡേയ്സ് സെറ്റിൻ്റെ സ്റ്റഡി പ്ലാൻ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ നിങ്ങളുടെ പേപ്പർ 2 സബ്ജക്റ്റ് ഏതാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് ആണോ, ഹിന്ദി ആണോ, സോഷ്യോളജി ആണോ, എക്കണോമിക്സ് ആണോ, ഏതാണോ നിങ്ങളുടെ പേപ്പർ 2 സബ്ജക്റ്റ് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. സെറ്റ് എക്സാമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും വീഡിയോസും മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷൻ ക്ലാസ്സും ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെറ്റ് എക്സാമിൻ്റെ കൂടുതൽ ക്ലാസ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്